മഹാദേവൻ, ഗോവിന്ദൻകുട്ടി, അപ്പുക്കുട്ടൻ, തോമസ് കുട്ടി. ഈ പേരുകൾ പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ഏതാണ് സിനിമ എന്നും ആരൊക്കെയാണ് ഈ കഥാപാത്രങ്ങളെന്നും. 1990 റിലീസായ സൂപ്പർ ഹിറ്റ് സിനിമ സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിൻ്റെ ഇനി ഹരിഹർ നഗർ. ഒരു ട്രെൻഡ് സെറ്റർ തന്നെയായിരുന്നു ആ ഒരു സിനിമ. ഒരു 4 പേരടങ്ങുന്ന ഒരു ടീമിൻ്റെ സിനിമകൾ ഒരുപക്ഷെ അതിനുശേഷമായിരിക്കും മലയാളത്തിൽ അതുപോലത്തെ സിനിമകൾ ചെയ്യാൻ മറ്റു പല സംവിധായകർക്കൊക്കെ ധൈര്യം കിട്ടിയത്. അതിനു മുമ്പ് റാംജി റാവുവിലൂടെ ആ ഒരു തുടക്കം കുറിച്ചിരുന്നു. റാംജി റാവുവിൽ ഒരു 3 പേര്, മുകേഷും പുതുമുഖം സായികുമാറും പിന്നെ ഇന്നസെന്റും, ഇവരെ വെച്ച് ഒരു സിനിമ ചെയ്യുന്നു. അതൊരു ധൈര്യം സിദ്ദിഖ് ലാലിന് കിട്ടുന്നു. പിന്നീട് അവർ ഇൻഹർ നഗർ ആയപ്പോൾ അതൊരു 4 പേരായി. അതിൽ സായികുമാറും സുരേഷ് ഗോപിയൊക്കെ പിന്നെ അതിഥി വേഷത്തിൽ വേറെ ആയിട്ട്, പക്ഷേ ഒരു 4 ചെറുപ്പക്കാരുടെ ഒരു കഥ എന്ന രീതിയിൽ എനിക്കൊന്ന് മലയാളത്തിൽ അതിനു മുമ്പ് അങ്ങനെയില്ല. അതിന് ശേഷമാണ് പിന്നീട് ഒരുപാട് സിനിമകൾ അത്തരത്തിൽ വന്നത്. ഈ ഒരു 4 പേരുടെ ഒരു കൂട്ടുകെട്ട് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു കൂട്ടുകെട്ടാണ്. അവരുടെ ഒരു കോംബോ എന്ന് പറഞ്ഞാൽ എനിക്കൊണ്ട് ഇവർ 4 പേര് അധികം സിനിമകളൊന്നും അങ്ങനെ ഇവരെല്ലാവരും ഒരുമിച്ചിട്ടില്ല. ഇപ്പൊ ഇനി ഹരിഹർ നഗർ തന്നെ തുടർഭാഗങ്ങളായ ഇൻകോസ്റ്റോസിനും അതുപോലെ 2 ഹരിഹർ നഗറിൽ അവരുണ്ട്. ഇതല്ലാതെ ഇവർ 4 പേരും ഒരുമിച്ച സിനിമകൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വരുന്നില്ല. മുകേഷും ജഗദീഷും പല സിനിമകളിലുണ്ട്. മുകേഷും സിദ്ദിഖും ഉണ്ട്, സിദ്ദിഖും ജഗദീഷും ഉണ്ട്, അല്ലെങ്കിൽ മുകേഷും സിദ്ദിഖും ജഗദീഷും ഉണ്ട്. പല സിനിമകളുണ്ട്. പക്ഷെ ഇവര് 4 പേരും എന്ന് പറയുമ്പോൾ അത് അതുപോലത്തെ ഒരു സ്ക്രിപ്റ്റ് ആയിരിക്കണം എന്നാൽ മാത്രമേ അത്, കാരണം അത്ര എക്സ്പെക്ടേഷൻസ് ആയിരിക്കും പ്രേക്ഷകർക്ക്. ഇപ്പൊ എന്തായാലും ഇവര് 4 പേര് ഒരുമിച്ചിട്ടുള്ള ഒരു സിനിമ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും വരികയാണ്. പാതിരാക്കുറുക്കൻ എന്നാണ് ആ സിനിമയുടെ പേര്. പാതിരാക്കുറുക്കൻ സംവിധാനം ചെയ്യുന്നത് ജയേഷ് വേണുഗോപാലാണ്. അപ്പായി സിനിമാസിന്റെ ബാനറിൽ സിജോ ജോർജാണ് ഈ സിനിമ നിർമ്മിക്കുന്നത്. ഈ സിനിമയുടെ ഷൂട്ട് പൊന്നാനിയിലും എടപ്പാളും ഒക്കെ ആയിട്ട്, അതിന്റെ അനൗൺസ്മെന്റും അതിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ വിശേഷങ്ങളൊക്കെ നിങ്ങൾ പലരും സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട്. എന്തായാലും അതിന്റെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് അത് റിലീസാവാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് എല്ലാവരും. ഇതില് വലിയൊരു സ്റ്റാർ കാസ്റ്റ് ആണ്. ഇവർ 4 പേരും കൂടാതെ ഇന്ദ്രൻസ് ഉണ്ട്, നിർമ്മൽ പാലാരി, വിനി തട്ടിൽ, റിയാസ് നർമ്മകല, സുധീർ പറവൂർ, കുട്ടി അഖിൽ, അനീഷ് ഗോപാൽ, അങ്ങനെ വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. ഞാൻ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് വായിക്കുന്നില്ല. ഇതിന്റെ ക്രൂ ആയാലും ഒക്കെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, വളരെ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. എന്തായാലും അതിൽ ഫുൾ നമുക്കറിയാം ഹ്യൂമറും ഇമോഷൻസും ഫ്രണ്ട്ഷിപ്പും, അത് വെറുതെ ഒരു തമാശ മാത്രമല്ല. നമ്മൾ ഈ ഹരിഹർ നഗർ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അതിൽ നന്നായിട്ട് ഇവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ കിട്ടുന്ന തരത്തിലുള്ള ഇമോഷണൽ സീൻസ് ഉണ്ട്. അത് 2 ഹരിഹർ നഗർ ആയാലും ഇനിഗോസ്റ്റോസിലും ഒക്കെ ഉണ്ടത്. ഇതിലെന്തൊക്കെയാണ് ഇനി പറഞ്ഞു വെച്ചിരിക്കുന്നത്, ഇതിൽ പറയുന്നത് എങ്ങനെ, ഇവർ 4 പേരും ത്രൂ ഔട്ടാണോ, അതിനെ പഴയ സിനിമകളൊക്കെ വെല്ലുന്ന കോമഡിയാണോ? ഇന്ന് നമുക്കറിയാം പഴയ ഒരു തോമസ് കുട്ടി ആ ഒരു പ്രായമല്ല, ഇവരെല്ലാവരും ഒരു 60കളിലായി. അതുകൊണ്ട് ഒരു പ്രായമായിട്ടുള്ളവരുടെ ഒരു കോമഡി എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി രസകരമാണ്. എല്ലാതരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളതാണ്. എന്തായാലും ഞാൻ വെയിറ്റിംഗ് ആണ്. നമുക്ക് എന്തായാലും അതിന്റെ റിലീസ് ഡേറ്റും കാര്യങ്ങളൊക്കെ അതിൽ അവർ പറയുന്ന അനൗൺസ്മെന്റ് വരുന്നതായിരിക്കും.